ജിസൈലിന്റെ എവിക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ബിഗ് ബോസ് മേക്ക് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഇമ്പാക്റ്റോട് കൂടിയാണ്. പക്ഷെ ഇന്നലെ ലാലേട്ടൻ ആ ഒരു പ്രൊമോയിൽ പറഞ്ഞതുപോലെ ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോമിലൂടെയും ജിസേൽ ഔട്ടായി, ജിസേൽ എവിക്റ്റായി എന്ന് പറഞ്ഞ് കുറേ അധികം പോസ്റ്റേഴ്സ് വന്നിരുന്നു. ഈവൻ ഇന്നലെ ലാസ്റ്റ് ഒരു വീഡിയോയിൽ നമ്മളും ജിസേൽ ഔട്ടായാൽ ക്യാപ്റ്റൻസി ആർക്ക് എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മളെയും കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊട്ടും ഫെയർ അല്ല. നമ്മൾ ഓൾറെഡി നിങ്ങൾ ഓരോരുത്തരും ഇപ്പം നേരിട്ട് ബിഗ് ബോസിന്റെ ആ ഒരു ഷൂട്ട് അവിടെ പോയി കാണുന്നവരാണ് പലപ്പോഴും ഇത് പല ഗ്രൂപ്പുകളിലൂടെയും ഇത് ഷെയർ ചെയ്യുന്നത്. ദയവേത് നിങ്ങളൊക്കെ അത് നിർത്തുക. ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇതൊരു പോസ്റ്ററായിട്ട് ഫസ്റ്റ് തനിക്കിത് പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തൻ്റെ ചാനലിലൂടെയാണ് ജിസേൽ ഔട്ട് എന്ന് പറഞ്ഞ് ആദ്യം വരേണ്ടത് എന്നുള്ളൊരു വാശിയാണ് ഇതിന് കാരണം. പക്ഷെ നമ്മളിത് ഇപ്പോൾ ഇന്നലെ തന്നെയാണെങ്കിൽ ഇന്നലെ ആ ഒരു എപ്പിസോഡ് കാണുമ്പം ആദില അല്ലെങ്കിൽ ജിസേൽ, പക്ഷെ നമുക്ക് ഓൾറെഡി അറിയാം ജിസേലാണ് എവിക്റ്റ് ആകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാലേട്ടൻ പറഞ്ഞതുപോലെ നമുക്കത് കാണുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ, അത് ആരിൻ്റെയൊക്കെ കരച്ചിൽ കാണുമ്പോഴാണ് നമുക്ക് ഒരു വിഷമമൊക്കെ വന്നു തുടങ്ങുന്നത്. അല്ലാതെ ജിസേലാണ് ഔട്ടാവുന്നത് എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ആ ഒരു അറിവുണ്ടാകുമ്പോൾ അത് ഭയങ്കര ബോറായിട്ടുണ്ട്. നേരെ മറിച്ച് അവരുടെ ആ ഒരു എഫേർട്ടിനെ കൂടി ഈ പറയുന്ന ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാർ വിലമതിക്കണം. സീരിയൽ ഗ്രാൻഡ്മ ഒരിക്കലും ആ എക്സ്ക്ലൂസീവ്സ് പുറത്തു വിടത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഐ ടൂ മച്ച് റെസ്പെക്ട് സീരിയൽ ഇൻഡസ്ട്രി, TV ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ നമുക്ക് ഓക്കെ. അപ്പോൾ എന്തായാലും ജിസേൽ ഔട്ടായി എന്ന് പറയുന്ന ഒരു വലിയ സത്യം അത് നമ്മൾ ഇന്നലെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ സാബുമാനും ലക്ഷ്മിയും അവിടെ നിൽക്കെ ജിസേല്, ഒനീല് ഒക്കെ ഔട്ടായി എന്ന് പറഞ്ഞിട്ട് ഷാരൂഖ് ഇന്നലെ രാത്രി തന്നെ കൊടിയും പിടിച്ചിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി 12 മണിക്കും 12:30 വരെ ആ ഒരു ലൈവ് നീണ്ടു. അപ്പോൾ ആ ഒരു 12 മണിക്ക് ഒരു വൻ വിഷയം ഷാനവാസ് ഇമ്പോർട്ടൻ്റ്ലി സാബുമാനെ പിടിച്ചിരുത്തി പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന അക്ബറിനോടാണ് ഷാനവാസ് പറയുന്നത്, ഇനി അങ്ങോട്ട് ഇവർക്കൊരു സ്പേസ് കൊടുക്കരുത്. ആർക്ക്? ലക്ഷ്മിക്കും സാബുമാനും ഒരു സ്പേസ് കൊടുക്കരുത്. അവരെ നമ്മൾ ഇനി അതിന് അവഗണിച്ച് കളയണം, നെഗ്ലക്റ്റ് ചെയ്ത് കളയണം, അവർക്കിനി സ്പേസ് കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അക്ബർ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും ഷാനവാസ് നമ്മുടെ സാബുമാനെ പിടിച്ചിരുത്തി നട്ടപ്പാതിരാത്രിക്ക് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ആ ബിഗ് ബോസ് ഹൗസിൽ ഷാനവാസ് വന്ന അന്ന് തൊട്ടുള്ള സ്റ്റോറീസ് ഷാനവാസിന്റെ വേ ഓഫ് തിങ്കിങ്ങിൽ അത് ആ ഒരു ലെവലിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ സാബുമാനോട് എല്ലാ വിഷയങ്ങളെ കുറിച്ചും സംസാരിക്കുന്നു. അതായത് നെവിനുമായിട്ടുള്ള വിഷയം, ഷാനവാസും നെവിനും തമ്മിലുണ്ടായ ആ വിഷയം, സത്യത്തിൽ അതിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കവും ആ പ്രശ്നം ഉണ്ടാക്കിയതും ആദിലയും നൂറയുമാണ്. എന്നിട്ട് അവരത് ഷാനവാസിന് തലയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നെവിനോട് നീ എന്തിനാ ക്ഷമിച്ചത് എന്നൊക്കെ അക്ബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അക്ബറിന്റെ കണ്ണിൽ ചോരയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ ആദിലയ്ക്കും നൂറയ്ക്കും വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. പക്ഷേ ആദില ഒറ്റ കൊടുത്തില്ലേ എന്ന് സാബുമാൻ്റെ അടുത്ത് അറിയിക്കുകയാണ്. അപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന സാബുമാൻ ഭയങ്കര കോമഡിയാണ് കേട്ടോ. സാബുമാൻ സീരിയസ് ആയിട്ടാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഒരു നിമിഷം തോന്നിയില്ല. സാബുമാൻ തിരിച്ചു പറയുന്ന മറുപടി എന്ന് പറയുന്നത്, സാധാരണ ഒരു കണ്ടസ്റ്റന്റ് ആണെങ്കിലേ അങ്ങനെയൊന്നും ചെയ്യില്ല. അതായത് ഈ പറയുന്ന ആദിലയാണ് തന്നെ ചതിച്ചത് എന്ന് സാധാരണ ഒരു കണ്ടസ്റ്റന്റ് ആണെങ്കിൽ പറഞ്ഞേനെ, നിങ്ങൾ സാധാരണ കണ്ടസ്റ്റന്റ് ഒന്നും അല്ല കേട്ടോ എന്ന് സാബുമാൻ പറയുകയാണ്. അപ്പോൾ ഷാനവാസ് അപ്പോൾ പറയുന്നുണ്ട്, പിള്ളേര് കാട്ടിയതെന്താ, എന്നെ ഒറ്റ കൊടുത്തിട്ട് നെവിന്റെ കൂടെ പോയി കൂട്ടുകൂടി, നീ കണ്ടായിരുന്നോ, നീ ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് വലിയ കാര്യത്തെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം സാബുമാൻ പറയുന്നുണ്ട്, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി എന്ന് വെച്ചാൽ സാബുമാൻ്റെ ആ ഒരു ടോക്കുണ്ട്, ഒരു സ്റ്റൈലുണ്ട്. ഷാനവാസ് പറയുന്നതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എല്ലാത്തിൻ്റെയും വേർഡ്സ് ഒക്കെ ഇങ്ങനെയാണ്. പിന്നെ ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ ഈ പ്രശ്നമൊക്കെ കത്തിക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കത്തി നിൽക്കുമ്പോൾ സാബുമാനോടൊന്നും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിപ്പോ എല്ലാം തണുത്ത ഐസ് ആയതുകൊണ്ടാണ് ഞാൻ സാബുമാനോട് പറയാൻ വരുന്നത് എന്ന് ഷാനവാസ് പറയുകയാണ്. എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട്, ഈ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പെട്ടത്. നെവിന്റെ വിഷയം അത് ഷാനവാസ് അല്ല അങ്ങനെ കൊണ്ടുവന്നത്, ആദിലയും നൂറയും അവർക്ക് വേണ്ടിയിട്ട്, ആ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടതാണ് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പം സാബുമാൻ പറയുന്നുണ്ട്, ഇതൊരു സിനിമാ സീൻ പോലെ ഉണ്ടല്ലോ, ഇതൊരു സിനിമാ കഥയാണല്ലേ എന്ന് പറയുകയാണ്. ഒരു സിനിമാ കഥ പോലെ ഉണ്ടെന്ന് ഷാനവാസിന്റെ ബിഗ് ബോസ് ലൈഫ്. അപ്പം ഷാനവാസ് അപ്പോൾ പറയുകയാണ്, അക്ബർ, ഒനീല്, അഭിലാഷ് ഇവര് 3 പേരുമായിരുന്നു അന്ന് നെവിന്റെ കൂടെ കട്ടയ്ക്ക് നിന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടതല്ലേ, അക്ബറും അഭിലാഷും ഒനീലും ഒക്കെ നെവിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്ത്, നെവിൻ അക്ബറിനെ പിന്നെ സപ്പോർട്ട് ചെയ്തില്ലല്ലേ. അക്ബറിനെ കുറിച്ചിട്ട് നെവിൻ കുറ്റം പറഞ്ഞത് നീ കണ്ടായിരുന്നോ? അങ്ങനെ കേട്ടില്ലേ? കാരണം എന്തുവാ, നെവിന് വെളിവ് വന്നു
അതുകൊണ്ടാണെന്നോ, നെവിന് വെളിവ് വെച്ചതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഉടനെ സാബുമാൻ ഇത് കേട്ടിട്ട് ഓ നെവിന് വെളിവ് വന്നല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് എഗെയിൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ എല്ലാവർക്കും ആ വെളിവ് വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലേ, ഇവിടെ എല്ലാവർക്കും ആ വെളിവ് വന്നിരുന്നെങ്കിൽ എന്നിങ്ങനെ സാബുമാൻ പറയാണ്. ഇവിടെ അക്ബറിന് ഇപ്പൊ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല എന്ന് തോന്നുന്നുണ്ട്. ഈ അക്ബറിനെ കുറിച്ച് സാബുമാൻ മോഹൻലാലിന്റെ അടുത്ത് ഒരു കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ അക്ബർ അത്ര ആള് ശരിയല്ല എന്ന് ലാലേട്ടനോട് പറഞ്ഞു. പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് എഗെയിൻ അക്ബർ ആണ് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നും സാബുമാൻ ലാലേട്ടനോട് പറഞ്ഞു. അപ്പോഴത്തേക്കും അക്ബർ ഇത് കേട്ടിട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ അക്ബർ പറഞ്ഞിട്ട് ഞാൻ എന്തോ ചെയ്തടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അക്ബറിനെ കുറിച്ച് സാബുമാൻ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ ഷാനവാസ് പോയി സാബുമാനെ കൂട്ടുപിടിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം സാബുമാൻ എന്നിട്ട് അക്ബറിനെ കുറിച്ച് പറയാണ്, ഓ പുള്ളി ഡേർട്ടി ഗെയിം ആണ്. നമ്മൾ മെനഞ്ഞാന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഡേർട്ടി ഗെയിം എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആ ഒനീലിന്റെയും ജിസേലിന്റെയും ആര്യന്റെയും ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അക്ബർ അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അക്ബർ വളരെ നീറ്റ് ആയിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്തത്. അപ്പം ഷാനവാസ് അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മട്ടൺ പീസിന്റെ കാര്യമുണ്ടല്ലോ, അപ്പൊ ഇത് കറങ്ങി തിരിഞ്ഞ് അപ്പൊ ആ ഒരു വിഷയത്തിൽ നിന്ന് അടുത്ത മട്ടൺ പീസിന്റെ കാര്യമാണ്. എൻ്റെ മട്ടൺ പീസിന്റെ കാര്യമുണ്ടല്ലോ, അക്ബർ അത് തൂക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷേ ലാലേട്ടന്റെ മുന്നിൽ ഞാൻ നന്നായിട്ട് പറഞ്ഞു, അതുകൊണ്ടാണ് അത് അവിടെ ക്ലീൻ ആയത്, ഒതുങ്ങിപ്പോയത്. അപ്പം സാബുമാൻ ഈ മട്ടന്റെ കാര്യം എടുത്തിട്ട് അപ്പൊ സാബുമാൻ പറയാ, ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ 3 മട്ടനൊക്കെ എടുത്തു കേട്ടാ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സാബുമാൻ അത്ര നേരം വരെ സാബുമാന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആ മട്ടന്റെ കേസ് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ 3 മട്ടനൊക്കെ എടുത്ത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതെനിക്ക് പ്രശ്നമൊന്നും ഇല്ല. അക്ബർ ജീവിതമാണ് തുലയ്ക്കാൻ നോക്കുന്നത്. നിങ്ങൾ 3 മട്ടൻ എടുത്തു, പക്ഷെ അക്ബറെ ജീവിതമാണ് തുലയ്ക്കാൻ നോക്കുന്നത് എന്ന് സാബുമാൻ പറയുകയാണ്. അപ്പം ഷാനവാസ് എഗെയിൻ അക്ബറും ആര്യനും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഫുഡ് ഇവിടെ കഴിക്കുന്നത്. അപ്പൊ എനിക്ക് മട്ടനൊന്നും വേണ്ട, ഞാൻ ആ പിള്ളേരെ വെറുതെ ഒന്ന് അതിന് വേണ്ടിയിട്ട് ചെയ്തതാ എന്നിങ്ങനെ ഷാനവാസ് പറയാണ്. ഷാനവാസ് ഓൾവേസ് മട്ടനൊന്നും കൊതിയില്ല, എനിക്ക് ഫുഡിനോട് കൊതിയില്ല, അനുമോളൊക്കെ അങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സാബുമാന്റെ എക്സ്പ്രഷൻ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കണക്കൊന്നും അല്ല സാബുമാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. സാബുമാൻ ഒരുമാതിരി കളിയാക്കുന്ന കണക്കാണ് എനിക്ക് തോന്നിയത്. ഷാനവാസ് പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ കളിയാക്കി പറയുന്ന കണക്കാണ് എനിക്ക് തോന്നിയത്. ശരിക്കും ഷാനവാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഗ്രാഫ് ഒരു ആവറേജിൽ നിന്ന് കുറച്ചൊന്ന് ഹൈലോട്ട് വന്നിട്ട് ഇപ്പൊ പക്ക അങ്ങ് താഴോട്ട് പോയതുപോലെയാണ്. ഷാനവാസിന്റെ ഗെയിമേ ഇല്ല. ഷാനവാസിന് എങ്ങനെയൊക്കെയോ എവിടെയൊക്കെയോ തട്ടിയും മുട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് ഭയങ്കര പരദൂഷണമാണ് കേട്ടോ. ഈ ഒരു രക്ഷയില്ല. ഇന്നലെയാണെങ്കിൽ എന്തൊക്കെയാ ആ സാബുമാൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത്. അതും അക്ബറിനോട് ആദ്യമേ പറയുന്നുണ്ട് സാബുമാനൊന്നും ഇനി സ്ക്രീൻ സ്പേസ് കൊടുക്കില്ല എന്ന്. പക്ഷെ ഇന്നലത്തെ ആ ഒരു നട്ട പാതിരാത്രിക്ക് സാബുമാനെ പിടിച്ചിരുത്തി നല്ല സ്ക്രീൻ സ്പേസ് ആണ് ഷാനവാസ് കൊടുത്തത്. ഷാനവാസ് പറയുന്ന ഓരോ കാര്യത്തിനും സാബുമാന്റെ സംസാരം അടിപൊളി. ഷാനവാസ് പറയുന്ന ഓരോ കാര്യത്തിനും സാബുമാന്റെ ആ ഒരു റിയാക്ഷൻ, സംസാരം, റെസ്പോൺസ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പം ഇത് ഇന്നലെ രാത്രി, അതായത് ഇന്ന് വെളുപ്പിനെ നടന്ന ഒരു സംഭവമാണ്. ഞാൻ ജസ്റ്റ് ആ സമയത്ത് ഇട്ട ആരും കാണില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് സേവ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിച്ചും വരാം. ബൈ.